അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരേറ്റുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷകളെ ആദ്യോടന്തം അങ്ങയുടെ ആത്മാവ് തന്നെ നിയന്ത്രിക്കണമേ. അങ്ങയുടെ ദാസന്മാരിലൂടെ അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അകക്കണ്ണ് തുറന്നങ്ങയെ കാണുവാൻ, അങ്ങയുടെ വചനത്തിൻ്റെ ശബ്ദം ശ്രവിപ്പാൻ, ഞങ്ങളെ തന്നെ അതിനു മുമ്പിൽ സമർപ്പിതരായി തീരുവാൻ സഹായിച്ചാട്ട് ഞങ്ങളുടെ ജനത്തെ കൂട്ടി വരുത്തണമേ. ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപ്പെടുത്തിക്കാട്ട് അങ്ങയുടെ പുത്രൻ്റെ നാമത്തെ മാത്രം ഉയർത്തണമേ. കൃപ ചെയ്താട്ട് അങ്ങയുടെ കൃപയെ ഞങ്ങളെ നിർത്തണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ നിർത്തണമേ. പ്രാർത്ഥകരുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിനൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാം നമ്പർ 66 വേഴ്സസ് ഫ്രം 1 to 9. 66-ാം സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. 66-ാം സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സർവഭൂമിയായുള്ളവയെ ദൈവത്തിന് ഘോഷിക്കുവീൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവീൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ നിരശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. 9-ാം വാക്യം ചേർന്ന് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ നമ്മുടെ ജീവനോട് കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതും ഇല്ല. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അനേക ആഹ്വാനങ്ങൾ ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ദൈവത്തിന് ഘോഷിക്കുവീൻ. ഷൗട്ട് ജോയ്ഫുള്ളി ടു ഗാഡ്. 2, അവന്റെ നാമത്തെ മഹത്വം കീർത്തിപ്പീൻ. സിംഗ് ദ ഗ്ലോറി ഓഫ് ഹിസ് നെയിം. 3, അവന്റെ സ്തുതി മഹത്വീകരിപ്പീൻ. മേക്ക് ഹിസ് പ്രൈസ് ഗ്ലോറിയസ്. അടുത്തത് പറയുകയാണ്, ദൈവത്തോട് പറയണം. സേ ടു ഗാഡ്. നാം ദൈവത്തോട് പറയണം. എന്താ പറയേണ്ടത്? ദൈവമേ, നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ഹല്ലേലൂയ. 5-ാം വാക്യത്തിൽ ഇസ്രായേലിനെ നടത്തിയ വിധങ്ങളെയാണ് അവിടെ പറയുന്നത്. പക്ഷെ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കാം. നമ്മെ ആരായിരുന്നു, ഇപ്പോൾ ആരായിരിക്കുന്നു, ആ ഒരു ചേഞ്ച് നമ്മിൽ വരുത്തിയ കർത്താവിന് നന്ദി പറയാം. അവന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! അവന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കുവീൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തന്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. 9-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികളെ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നുമില്ല. ഓരോ ദിവസവും അവന്റെ ആത്മാവിനാൽ നേർനിലത്തി നമ്മെ നടത്തി പഠിപ്പിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഇന്ന് രാവിലെയും പ്രത്യാശയോട് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്ന് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വന്ദനത്തിനും ആരാധനയ്ക്കും സ്തുതിക്കും അവൻ മാത്രം യോഗ്യൻ. ഹല്ലേലൂയ. അതാണ് ഈ പാട്ടിന്റെ ആദ്യ ലൈനുകൾ പറയുന്നത്. ദൈവത്തിൻ കുഞ്ഞാടേ, സർവവന്ദനത്തിനും അങ്ങ് മാത്രം യോഗ്യൻ. ജ്ഞാനവും ശക്തിയും ധനവും ബലവും സ്തുതിയും ബഹുമാനമെല്ലാം നിനക്കേ. ഹല്ലേലൂയ. പാട്ടുകൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിൻ കുഞ്ഞാടേ, സർവവന്ദനത്തിനും യോഗ്യൻ നീ. ദൈവത്തിൻ കുഞ്ഞാടേ, സർവവന്ദനത്തിനും യോഗ്യൻ നീ. ജ്ഞാനവും ശക്തിയും ധനബലം സ്തുതി ബഹുമാനമെല്ലാം നിനക്കേ. ജ്ഞാനവും ശക്തിയും ധനബലം സ്തുതി ബഹുമാനമെല്ലാം നിനക്കേ. ഘോരപിശാചിന്നുകം നീങ്ങാൻ പോര
ബലവും ബഹുമാനമെല്ലാം നിനക്കേ. ഹല്ലേലൂയ. ഓ ജ്ഞാനവും ശക്തിയും ധനം ബലം സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. We praise you Lord. Thank you Lord. Thank you Lord. Thank you Lord. Thank you Lord. Praise you, praise you, praise you, praise you. ഇതിന്റെ ഓരോ സ്റ്റാൻസകളും കർത്താവ് നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്നാണ് കാണിക്കുന്നത്. ആ സ്റ്റാൻസ ഒന്ന് അർത്ഥം പറഞ്ഞു പാടിയാൽ കർത്താവിനെ നമുക്ക് അനുദിനം മഹത്വപ്പെടുത്തുവാനുള്ള ദൈവിക സത്യങ്ങളാണ് സ്റ്റാൻസിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്റ്റാൻസുകളൊന്ന് ശ്രദ്ധിച്ചേ. ഘോര പിശാചിന്റെ നുകം നീങ്ങാൻ നമ്മുടെ പ്രവൃത്തികൾ കാരണമാകാതെ പോയപ്പോൾ അവന്റെ രക്തത്താൽ ഈ പോരിനെ തീർത്തവന് നമുക്ക് നന്ദി പറയാം. ന്യായപ്രമാണത്തിന്റെ ശാപം അതിൽ നിന്ന് നീക്കുവാൻ പ്രായശ്ചിത്തമായി അവൻ തന്റെ പുത്രനെ അയച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. മരണം നീക്കുവാൻ തന്റെ മരണത്തിലൂടെ എന്റെ നിങ്ങളുടെ മരണം നീക്കിയതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ കുറ്റം ചുമത്തുന്നതാർ. ഹല്ലേലൂയ. നമുക്കെതിരെയുള്ള കുറ്റപത്രം ക്രൂശിന് നടുവിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞതിനായി കർത്താവിനെ സ്തുതിക്കാം. അതാണ് നമ്മൾ പാടിയത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അവന്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ മാത്രമല്ല അവനെ അപ്പ എന്ന് വിളിച്ച് സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് നൽകിയ ഭാഗ്യം എത്രയോ വലിയതാണ്. ഒരിക്കൽ കൂടി ഒന്ന് രണ്ട് സ്റ്റാൻസ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. മൃത്യുവെ ജയിപ്പാൻ നീ ദൈവഭൃത്യനാം നിന്നെ തന്നെ. മൃത്യുവെ ജയിപ്പാൻ നീ ദൈവഭൃത്യനാം നിന്നെ തന്നെ. നിത്യ ദൈവാവിയാനർപ്പിച്ചതായി മാർത്യർക്കു ജീവനുണ്ടാ. നിത്യ ദൈവാവി. ഹല്ലേലൂയ. Praise the Lord. തിരുനാമത്തിന് മുമ്പിൽ സകല സൃഷ്ടികളും വണങ്ങട്ടെ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ അവന്റെ മുമ്പിൽ നമുക്ക് കുമ്പിടാം. അവന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നുവെന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. Hallelujah, hallelujah. ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കാം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്ന മനുവേലനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ഹല്ലേലൂയ. അർത്ഥം പറഞ്ഞ് നമുക്കൊന്ന് പാടാം. ഹല്ലേലൂയ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്ന മനുവേലനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരം, ആപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവൻ
ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉയരത്തിൽ ഇപ്പോഴും മധ്യസ്ഥത അണയ്ക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാവിലെ ഉണ്ട്. അവനെ നമുക്ക് സ്തുതിക്കാം ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷാധികത്തിന് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സാമജാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. Thank you, Lord. എല്ലാവർക്കും ഇരിക്കാമല്ലോ. ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിനും ആലയത്തിനുമുള്ള എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന് ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഉള്ള ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് I invite our youngsters to come forward and recite your words.
For God's word is living and powerful. It is sharper than a two-edged sword, piercing even to the division of the soul and spirit, and of the joints and marrow, and is a discerner to the thoughts and intents of the heart. 1 John verses 1 through 4. We love because he first loved us. Psalms 91 verses 1 and 2. He who dwells in the shelter of the Most High will abide in the shadow of the Almighty. I will say to the Lord, my refuge and my fortress, my God in whom I trust. Proverbs 2 verse says, For the Lord gives wisdom, from his mouth comes knowledge and understanding. Psalms 56 verse 3 and 4. Whenever I'm afraid, I will trust in you, in God. I will praise his name, in God. I have put my trust. I will not fear what can flesh do to me. Your word I have hidden in my heart, that I might not sin against you. Romans 13, verse 11 and 12. And do this, understanding the present time. The hour has already come for you to wake up from your slumber, because our salvation is nearer now than when we first believed. And the night is nearly over, and the day is almost here. So let us put aside our deeds of darkness and put on the armor of light. To the Jews who had believed him, Jesus said, If you hold to my teaching, then you really are my disciple, then you know the truth, and the truth will set you free. John 8, verse 31 and 32. Romans 13, verse 11 and 12. And do this, understanding the present time. The hour is already come for you to wake up from your slumber. So, because our salvation is nearer now than when we first believed. The night is nearly over, the day is almost here. So let us put aside the deeds of darkness and put on the armor of light. Romans 5, verse 11. And not only this, but we exalt our God through our Lord Jesus Christ, through whom we have now reconciliation. Search me and know my heart. Try me and see my anxieties, and see if there's any wicked way in me, and lead me to the everlasting way. Psalms 139, verse 23 and 24. The Lord is my strength. Joy in the Lord is my strength. ഓക്കെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? കുഞ്ഞുങ്ങൾ അവരുടെ ബാല്യപ്രായത്തിൽ അവർ മനഃപ്പാഠമായി പറയുന്ന ആ തിരുവചനം അവരുടെ ഉള്ളിൽ ഇരിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. വളരുന്തോറും ദൈവകൃപയിൽ വളരുവാൻ, മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവരായി വളരുവാൻ, ദൈവനാമത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളായി തീരുവാൻ ചെറുപ്പം മുതലേ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ഉത്തരവാദിത്വമാണ് ബാലൻ നടക്കേണ്ടുന്ന വഴി അവരെ അഭ്യസിപ്പിക്കാതെ വചനമുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബേബിച്ചാൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ. താങ്ക് യു, താങ്ക് യു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സ്നേഹ വന്ദനം അറിയിക്കുന്നു. യുകെയിൽ നിന്ന് വിൽസൺ ഫാമിലി, അതിനുശേഷം ഗൾഫിൽ നിന്ന് സഹോദരി നിമ്മി കുഞ്ഞുമോൻ, മിനു, സജി, അമ്മച്ചി, അവർ നാട്ടിൽ നിന്ന് രാജു തോമസ് ആൻഡ് ഫാമിലി, ഇവരെല്ലാം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. മറ്റും പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആലയത്തിലായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. നമ്മുടെ പ്രിയ എൽസി സഹോദരി 1-2 ആഴ്ച മുമ്പ് മടങ്ങി വന്നു. ഡെയിലി അപ് ടു ഡേറ്റ് റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇവിടെ നമ്മുടെ സഹോദരി ഓമന പറയാറുണ്ട്, കഴിഞ്ഞ ദിവസങ്ങൾ സുഖമില്ലാതെയൊക്കെ ഭാരപ്പെട്ടു സഭയായി പ്രാർത്ഥിച്ച് ഇന്ന് ആലയത്തിലായിരിക്കുന്നു. പ്രിയപ്പെട്ട ലോർഡ് കർത്താവിന് സ്തോത്രം. മറ്റെല്ലാവർക്കായും കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പല പ്രിയപ്പെട്ടവരും നാട്ടിലും ഇവിടെയൊക്കെ പോയിരിക്കുന്നല്ലോ. വന്നവരൊക്കെ മുൻപോട്ടിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ കുഴപ്പമില്ല, ഇന്ന് പിന്നെ ഇരുന്നു.
ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ. ഇങ്ങനെ ഇടയ്ക്ക് ഒത്തിരി കാല് കിടക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രയാസം. അതുകൊണ്ട് മുൻപോട്ടിരിക്കാൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ പീസിലെ ആൾക്കാർ പാസ്റ്റർമാർ പറയുന്നത് കേൾക്കുന്നവരാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട് സഭയിൽ, ഈ പട്ടണത്തിൽ. അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം സൂമിലുള്ള ആർക്കെങ്കിലും 14 വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. ഗലാത്യർ 6:14. But God forbid that I should boast except in the cross of our Lord Jesus Christ, by whom the world has been crucified to me, and I to the world. Amen. ആദ്യത്തിൻ്റെ വേണ്ടതുപോലെ സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരു വാക്യം വായിക്കാം. പ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഒന്നും 2-3 മതി. Until the day in which he was taken up, after he through the Holy Spirit had given commandments to the apostles whom he had chosen, to whom he also presented himself alive after his suffering by many infallible proofs, being seen by during 40 days and speaking of the things pertaining to the kingdom of God. Amen. Boasting in the cross. ക്രൂശിലെ പ്രശംസ. 2 വേദഭാഗങ്ങളാണ് വായിച്ചത്. ഗലാത്യ ലേഖനത്തിലെ 6:14, അപ്പോസ്തല പ്രവൃത്തികൾ 1-ന്റെ ആരംഭവും. 2 ടോപ്പിക് ചേർത്താണ് സംസാരിക്കുന്നത്. 1 ക്രൂശിലെ പ്രശംസ, 2 ക്രൂശിൻ്റെ ചരിത്രം. എല്ലാം ഫോക്കസ് ചെയ്യുന്ന ക്രോസാണ്. ഇത് മാറ്റിയിട്ടതിന് ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇത് പലരും ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഉള്ളവർക്കായി സ്തോത്രം. മലയാളം മെസ്സേജ് കഴിഞ്ഞാൽ ഉടനെ ഒന്നിച്ചൊരു പാട്ടുപാടി അന്നേരം ഓഫറിങ് എടുക്കും. കാരണം ചിലരൊക്കെ ഇംഗ്ലീഷ് സർവീസ് നിൽക്കാതെ പോകുന്നുണ്ട്. അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് അവർക്കും ഓഫറിങ് ഇടണമല്ലോ. അപ്പോൾ ഇടാതെ പോകാൻ അവർക്ക് പ്രയാസം. അതുകൊണ്ട് അങ്ങനെ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഈ മലയാളത്തിനോട് ചേർന്ന് തന്നെ അതിൽ പോകുന്ന ആരാധിച്ച് അന്നേരം ഓഫറിങ് എടുത്തിട്ട് പിന്നെ ഉടനെ ഇംഗ്ലീഷ് ആരംഭിക്കും. അപ്പോൾ ലാസ്റ്റിൽ ഓഫറിങ് കാണത്തില്ല. ഇംഗ്ലീഷ് സർവീസുള്ളവർക്ക് ബോക്സ് വെളിയിലുണ്ട്, ഓഫറിങ് ബോക്സ് അവിടെ ഇടാം. മലയാളം ഉള്ളവർക്കും ഇടാം അവിടെ അകത്ത് കേട്ടോ. ഇവിടുത്തും അവിടെ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. എങ്ങനെയായാലും അത് ടോമിൻ്റെ അടുത്ത് എത്തിയിരിക്കും. കർത്താവ് എല്ലാവരും നമ്മൾ ആടുകളുടെ സ്വഭാവം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇടയന്മാരെ വേണ്ടായോ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കർത്താവ് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി മടങ്ങി വരാം. ക്രൂശിലെ പ്രശംസ. ഞാൻ ടോപ്പിക്ക് എഴുതുമ്പോൾ ക്രൂശിൻ്റെ പ്രശംസയായിട്ട് ആദ്യം എഴുതുക. ക്രൂശല്ലല്ലോ പ്രശംസ, ക്രൂശിലുള്ള വ്യക്തിയല്ലോ പ്രശംസയ്ക്ക് പോയി. അപ്പം ക്രൂശിലെ എന്നാ മലയാളത്തിൽ ഇരിക്കുന്നത് എന്തുവാ? എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് അങ്ങനെ ഇൻ ദ ക്രോസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ക്രോസ് കഴിഞ്ഞ ആഴ്ച എന്താ പഠിപ്പിച്ചെന്നറിയാം? പഠിപ്പിച്ചതല്ല, വായിച്ച ശുശ്രൂഷിച്ച് അവൻ്റെ നിയമരക്തം ഹേതുവായി. ചില ദിവസങ്ങളായിട്ട് ക്രൂസിനെ ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ യേശുവിനെ കുറിച്ച് എടുത്തു പറയുക,
അല്ലെങ്കിൽ ക്രൂശിനെ കുറിച്ച് പറയുക. ഇത് രണ്ടുമാണ് ഒരു മെസ്സേജിലെ കാതലായ വിഷയം. മറ്റ് പ്രസംഗം തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, അതും കേന്ദ്രീകരിക്കേണ്ടത് ഇത് രണ്ടിലുമാണ്. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം എങ്ങനെ പഴയ നിയമം പ്രസംഗിച്ചാലും പുതിയ നിയമം പ്രസംഗിച്ചാലും കൊണ്ട് നിർത്തേണ്ടത് ക്രൈസ്റ്റിലാണ്, ക്രിസ്തുവിലാണ്. എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ്റെ കുരിശും. ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തൻ, ഒരു ആത്മീയൻ പ്രശംസിക്കാനുണ്ടെങ്കിൽ എന്തേ ഉള്ളൂ? അവൻ്റെ ക്രൂശിലേ ഉള്ളൂ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥന നമുക്ക് ഇരിക്കണം, എന്നാലേ ഒരു നടത്തിപ്പ് വരത്തുള്ളൂ. യെരമ്യാ 9:23-24 വളരെ അറിയാവുന്ന വാക്യമാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു. ജ്ഞാനി, അപ്പം പഠിത്തമുള്ളവൻ എന്ത് ചെയ്യരുത്? അതിൽ പ്രശംസിക്കരുത്. അടുത്തത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. അടുത്തത്, ധനമുള്ളവൻ അതിലും പ്രശംസിക്കരുത്. ആ ആ ആ അവനിൽ പ്രശംസിക്കണം. ആര്? അവനെ ഗ്രഹിച്ചറിയുന്നതിൽ. എല്ലാവരും അവനെ പ്രശംസിക്കണ്ട. ആരെങ്കിലും അവനെ പ്രശംസിക്കുന്നുവെങ്കിൽ അവനെ ഗ്രഹിച്ചറിയുന്നതിനാൽ പ്രശംസിക്കണം. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനവും ധനവും മാനവും ഫെയും എല്ലാം ഒരു നിമിഷം മതി പോകാൻ. എത്ര വലിയ ബില്യണേഴ്സ് ആയിരുന്നു അവിടെ കാലിഫോർണിയയിൽ. ഇപ്പം എന്ത് എപ്പോഴെന്ത് സംഭവിക്കും? ഒരു കാറ്റ് മതിയെന്നേ. കഴിഞ്ഞ രാത്രി ദീദാസ് സംസാരിച്ചത് നമ്മുടെ പേര് ആവി എന്നാണ്. വളരെ നന്നായിരുന്നു അത്. ആവി എന്ത് പോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല നല്ല അത്ലറ്റിക് എഫിഷ്യൻസി ഉള്ളവരൊക്കെ ഉണ്ടായിരുന്ന ടീം അതുപോലെ നദിയിൽ പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഈ വർഷം ഞങ്ങൾ മെഡൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷെ പോയി. ഞാൻ പറഞ്ഞ അവരെ അല്ല ഞാൻ പറയുന്നത്, ആർക്കും സംഭവിക്കാമെന്നാണ് പറയുന്നത്. ആർക്കും സംഭവിക്കാം. ഇത്രയും നാളായിട്ട് പ്രസംഗിച്ച കർത്താവ് വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കേണ്ട. എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അവൻ്റെ വരവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതാവസാനം. എപ്പോഴും എന്നൊരു ഭക്തന് ആശയമുള്ളത് നമ്മുടെ അവസാനം അല്ലത്. സ്തോത്രം. അപ്പൊ യഹോവയായ ദൈവം കർത്താവ് അരുളി ചെയ്യുന്ന ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ഇനി ആർക്കെങ്കിലും പ്രശംസിക്കുവാനുണ്ടെങ്കിൽ അവനെ അറിയുന്നതിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവനെ അറിയാൻ ലഭിച്ച ഭാഗ്യത്തെ കർത്താവിനെ സ്തുതിക്കാമോ? അവനെ അറിയുന്നതിൽ. ഹല്ലേലൂയ. അവനിൽ പ്രശംസിക്കാൻ. പലപ്പോഴും നമ്മുടെ കർത്താവേ, നീയാണ് എനിക്ക് പ്രശംസിക്കാനുള്ളത്. എന്താ കാര്യം? നിന്നെ അറിഞ്ഞില്ല എന്ന് എൻ്റെ ജീവിതം എവിടെ പോയി അവസാനിക്കും? ഒരു നിരീശ്വരവാദി എൻ്റെ വീട്ടിൽ വന്ന് വാദിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് വാദവും തർക്കമൊന്നുമില്ല. എനിക്കറിയാം എനിക്കൊരു ദൈവമുണ്ടെന്ന്. നിനക്കത് അറിയത്തില്ല, അത്രേ ഉള്ളു കാര്യം. എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം അദ്ദേഹം എതിരാ പറയുന്നത്. ഒരു പയ്യനാ, അത് ചെറുപ്പക്കാരനാ. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം സമ്മതിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ നിന്റെ ജീവിതം എവിടെ പോയി അവസാനിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പലപ്പോഴും പറയട്ടെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് സാധാരണ, രാത്രിയിൽ കണ്ട് രാവിലെ മറന്നു പോകുന്ന സ്വപ്നമല്ല. പല കിനാവുകളും കാണും രാത്രിയിൽ. രാവിലെ എന്തില്ല, മറന്നു പോകും. പക്ഷേ ക്രിസ്തീയ ജീവിതം സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. ആസാഫാത് പറയുന്നത്. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോട്ടെ. അപ്പോൾ എൻ്റെ ജ്ഞാനത്തിൽ ഒന്നും പ്രശംസിക്കരുത്. ഒരു ജ്ഞാനി പറയുകയാണേ ഫിലിപ്പി ലേഖനത്തിൽ, ഗമാലിയേലിന്റെ പാദപീഠം പഠിച്ചവൻ, മതം സംബന്ധിച്ച് പരീശൻ, അവനെ തോൽപ്പിക്കാൻ യഹൂദന്മാരുടെ മധ്യ ആരുമില്ല.
തീഷ്ണത കൂടിയപ്പോൾ ഈ മാർഗത്തിന് എതിരായി നിൽക്കുന്നവനെ വെച്ചേക്കരുത്. അത്ര തീഷ്ണതയുള്ളൊരു ഭക്തൻ. എവിടെയാ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആരിൽ പ്രശംസിക്കുന്നു? അവിടെ എഴുതിക്കുന്നു. ഒന്നുകൂടെ വായിക്കണം ആ വാക്യം. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. ഒന്ന് നിർത്തിപ്പോണേ. ഇത്രയും പറഞ്ഞിട്ട് ഒരു സ്തോത്രം. എങ്ങനെ ആരാധിക്കുന്നവരാ? ആത്മാവിൽ ആരാധിക്കുന്നവൻ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആത്മാവ് കൊണ്ട് ആരാധിക്കും. ബൈബിളുണ്ടോ വാക്യം? ഉണ്ടെന്നേ. റോമർ 1:10 ഒന്ന് വായിച്ചേ. റോമർ 1:10. എന്തോ? പെട്ടെന്ന് വായിക്കണേ. എൻ്റെ ആത്മാവിൽ. അപ്പൊ എനിക്ക് എന്തുണ്ട്? എൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. ഒന്ന് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആത്മാവ് കൊണ്ട്. അത് എൻ്റെ ആത്മാവാ. ഇനി ഫിലിപ്പിയർ 3:3 വായിച്ചേ. വായിച്ചല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പൊ എൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്. ഈ രണ്ടും നമുക്ക് ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാ. ഇനി ഈ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും കൂടെ ഇരിക്കുന്ന എവിടാ? എൻ്റെ ശരീരത്തിൽ. 12:1 ഏത്? റോമാലേഖനം. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള യാഗമായി സമർപ്പിക്കും. അപ്പം ഈ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവ് കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെ അടുത്ത സ്റ്റെപ്പ് സമർപ്പിച്ച് ആരാധിക്കണം. ഇതിനായി വരുന്നത് ഇത് ഇനി ഇവിടകത്തിരിക്കുമോ മാത്രമല്ല, ഇത് എപ്പോഴും ആരാധിക്കാൻ നാം യോഗ്യരാ, ബാധ്യസ്ഥരാ. പ്രാർത്ഥനയും ആരാധനയും ആരും മുടക്കത്തില്ല കേട്ടോ. ഏതെല്ലാം ഗവൺമെൻറ് മാറി വന്നാലും ഈ രണ്ട് കാര്യം നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആണോ അല്ലയോ? ആരാ എന്നെ പ്രാർത്ഥിക്കാൻ നിരുത്സാഹപ്പെടുത്തുന്നത്? ആരാ എന്നെ നിർത്തുന്നത്? ആർക്കും പറ്റത്തില്ലെന്നേ. ഒന്നവനിലെ ഒരു കുഞ്ഞും അറിയാതെ ദൈവസേനയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആരും അറിയത്തില്ല. ആരാധനയും അങ്ങനെ തന്നെയാ. ഇനിയും ഒരു ആലയത്തിൽ നിന്ന് ആരാധിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും എനിക്ക് ആരാധന കഴിയും. ഞാൻ പലപ്പോഴും പറയാറില്ല, ഒരു പാട്ട് തന്നെ ഉണ്ട്, റീസൺ ഐ ലിവ് ഈസ് ടു വർഷിപ്പ് യു. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇനി ആ 3:3 വായിച്ചേ. ക്രിസ്തുയേശുവിൽ ആരാധിക്കുന്നവനെ പ്രശംസിക്കുന്നുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? എന്താ ആരാധിക്കാൻ കാരണം? അവനെ അറിഞ്ഞുകൊണ്ടത് ആരാധിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നത്, നിങ്ങൾ ആരാധിക്കട്ടോ, നിങ്ങൾ മിണ്ടാതിരിക്കട്ടോ, കർത്താവിനെ സ്തുതിക്കട്ടോ, കൈയടിക്കട്ടോ ഒന്നും പറയണ്ട. കർത്താവിനെ സ്നേഹിക്കുന്നവൻ ഇതെല്ലാം ചെയ്യും. സ്വത്രം. അവനെ സ്നേഹിച്ചുകൊണ്ടല്ലയോ ആലയത്തിലേക്ക് വന്ന് അവനെ ആരാധിക്കാൻ, അവൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. അപ്പോൾ അവനിവിടെയുണ്ട്. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാനിവിടെ നിന്ന് ആയിരിക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടി ചാൻസ് കിട്ടിയോണ്ടൊന്നും വന്നതല്ല. ബിക്കോസ് ഹീസ് ഹിയർ. അതുകൊണ്ടാണ് വന്നത്. അവനിവിടെ ഉണ്ടുകൊള്ളാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഐ ആം ഹിയർ ബിക്കോസ് ഹീ ഈസ് ഹിയർ. അവനിവിടെ ഉണ്ടെങ്കിൽ അവനാണ് എൻ്റെ ആരാധ്യ പുരുഷൻ. അവനെ സ്നേഹിക്കുന്നതുകൊണ്ട് അവനോട് എന്തെല്ലാം പറയാമോ അതെല്ലാം ഞാൻ പറയും. ഒന്ന്, അവരോട് പറയുന്നത്, എന്നെ നടത്തിയ ദൈവം നീയല്ലേ. ദൈവത്തിന് സ്തോത്രം. എന്നെ രക്ഷിച്ചവൻ നീയല്ലേ. എനിക്ക് രക്തം ഊറ്റിയവൻ നീയല്ലേ. എന്നെ വീണ്ടെടുത്തവൻ നീയല്ലേ. നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അവന്റെ നാമത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു ഞാൻ വായിച്ചാട്ടെ. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും
ആ അടുത്തത്. ആ ഒരു ഭക്തൻ പറയാം, പക്ഷെ എനിക്ക് ആ എങ്കിലും ആ ലിസ്റ്റ് നോക്കിയേ, നമുക്കിതിനകത്ത് ഒന്നുപോലും ഉണ്ടോ എന്നറിയത്തില്ല. എന്നിട്ട് തന്നെ എന്ത് ഗവൺമെൻറ്റാണെന്നറിയാമോ? വലിയ ലിസ്റ്റുണ്ട്. ഞാൻ പറയട്ടെ, നാം വേറെ ഒന്നിലും പ്രശംസിക്കരുത്. അതൊക്കെ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നതാണ്. നിത്യതവരെയും ഇരിക്കുന്ന ഒരുവനേ ഉള്ളൂ. ഡെമസ്കോസിലെ പടിവാതിൽക്കൽ വെച്ച് അവന് ട്രാൻസ്ഫോർമേഷൻ വന്നു. അവിടെ വെച്ച് അവൻ ലാഭമായതെല്ലാം ഛേദമണ്ണി. ആളിന് ഒരു വ്യത്യാസം വന്നു, പ്രയോറിറ്റി ചേഞ്ച് ചെയ്തു. പറഞ്ഞ് മനസ്സിലായി കാണുന്നു വിചാരിക്കും. ശരിക്ക് കർത്താവിനെ കണ്ടവനെ പ്രയോറിറ്റി ചേഞ്ച് ആക്കത്തുള്ളൂ, അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. ഞാൻ ചിലരോടൊക്കെ ചോദിക്കും, ശരിക്കും മാനസാന്തരപ്പെട്ടിട്ടാണോ സ്നാനപ്പെടുന്നത്? എന്താ കാരണം? അങ്ങനെ ആണെങ്കിലേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. ശരിക്കും മാനസാന്തരപ്പെടാതെയുള്ള സ്റ്റെപ്പ് വെക്കുന്നതുകൊണ്ടാണ് ഒരു വ്യത്യാസവുമില്ലാത്തത്. പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ കാണേണ്ടവനെ കാണേണ്ട പോലെ കാണണം, അറിയേണ്ടവനെ അറിയേണ്ട പോലെ അറിയണം. സ്തോത്രം. ജഡത്തിൽ ആശ്രയിക്കത്തില്ല, ജഡ അഭിലാഷങ്ങൾ ആശ്രയിക്കത്തില്ല. എല്ലാം കർത്താവിന് വേണ്ടി അവനാ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ആ ഇത് അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ഞാനങ്ങ് പറഞ്ഞു വിടാം. അല്ല വായിച്ചാട്ടോ അതിൻ്റെ 7 വായി. എ സ്പിരിച്വൽ മാൻ ഈസ് എ കൗണ്ടിങ് മാൻ. എന്താ കൗണ്ട് ചെയ്യുന്നത്? ഈ വർഷം ഇത്ര കിട്ടിയുള്ളൂ, അടുത്ത വർഷം എത്ര ഉണ്ടാക്കാമെന്നുള്ള കൗണ്ടിങ് അല്ല. ലാഭമായത് ഛേദമാണ്. മെറ്റീരിയൽ ബെനിഫിറ്റ് സ്പിരിച്വലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പറയണേ ലാഭം. ഒരു ഭക്തൻ പറയാ, എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നെങ്കിൽ അവൻ മരിക്കുന്ന ലാഭമാണു. ഒരു സ്വത്രമൊക്കെ ഒന്ന് പറയാം. ഈ മരണമെന്ന് പറയുമ്പോഴേ സ്വത്രം പോകും, എനിക്കറിയാമത്. ആ മറ്റേ ഒന്ന് പാട്ട് പാടുന്നു പാടിയാൽ എൻ്റെ ഭാഷ എന്തോ പാട്ടായി പാടുന്നത്. ഇതല്ലോ പാടുന്നല്ലേ? പാടുന്നുണ്ട്. വേണ്ട വേണ്ട, അയ്യോ നമുക്ക് പേടിയാന്നേ. എന്നാൽ കേട്ടോടെ പൗലോസ് പറയുന്നത്, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടത് അവൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് അവന് ലാഭമാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? സ്വർഗരാജ്യത്തിന് അതൊരു മുതൽക്കൂട്ടായിരിക്കണം. ഈ ദൂത് ഏറ്റെടുക്കണം കേട്ടോ. 2025 വിജയത്തിൻ്റെ വർഷമാണെങ്കിൽ ഇത് മനസ്സിലാക്കണം. എനിക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം കർത്താവ് തന്നെങ്കിൽ ഏതെങ്കിലും നിലയിൽ, എങ്ങനെ വേണമെന്ന് ഞാൻ പറയത്തില്ല, ഓരോരുത്തർക്ക് വിളി വേറെയാ, ഏതെങ്കിലും നിലയിൽ ദൈവരാജ്യത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി തീരണം. അത് അവൻ്റെ ലാഭമാ. ഇതൊരു കിങ്ഡം ബിസിനസ്സിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ദൈവരാജ്യത്തിൽ ആ സ്വർഗത്തിൽ പോയി ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതിലും നമ്മൾ എവിടാന്നുള്ളത് മനസ്സിലാക്കണം. വി ആർ ഇൻ ദ കിങ്ഡം ബിസിനസ്. അതിന് ബിസിനസ്സിൽ ലാഭം ഇല്ലെങ്കിൽ ആരെങ്കിലും നിൽക്കുമോ? പണ്ടത്തെ ഇവിടെ എക്സോൺ ഏതാണ്ടല്ലോ ആ പൊളിഞ്ഞു പോയത്, എൻറോൺ, എക്സോൺ അല്ല, എൻറോൺ.
എല്ലാവരും സ്റ്റോക്ക് കിട്ടെല്ലാം പോയി. പിന്നെ അങ്ങോട്ട് അതിനകത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആരും പോവും. അയ്യോ, തോറ്റനർത്ഥം കൊണ്ട് ഫെയിലിയറായ ബിസിനസ് ഒന്നും ആരും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ലെന്നേ. ഒരു തോന്നൽ പറയണേ, ദൈവരാജ്യത്തിലൂടെ നാം പ്രയോജനപ്പെടുത്തില്ലേ പിന്നെ ദൈവം നമ്മിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യത്തില്ലെന്ന്. മനസ്സിലായവർക്കായി സ്തോത്രം. ജീവിക്കുന്നത് എന്തിനാ? ക്രിസ്തുവിന് വേണ്ടി. ഏതെങ്കിലും നിലയിൽ ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടാകാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം പറയാം. പറയേണ്ട മനസ്സിൽ പറഞ്ഞാൽ മതി. ഏതെങ്കിലും നിലയിൽ ഒന്നുകിൽ 10 പേർക്ക് വേണ്ടി ഇരുന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു ട്രാക്ട് കൊടുക്കുക, അല്ലെങ്കിൽ കർത്താവ് വായിക്കുന്നത് പോകുക, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് അവനെ പ്രസന്റ് ചെയ്യുക. ഇതെല്ലാം ഒരു മിനിസ്ട്രിയാണ്. സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന മാത്രമല്ല മിനിസ്ട്രി. ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് പോട്ടെ. അപ്പോൾ ഇനി മരിക്കുന്നത് ആർക്ക് ലാഭമാണ്? എനിക്ക്. ജീവിക്കുന്ന ക്രിസ്തുവിന്. മരിക്കുന്നത് ലാഭമാ എനിക്ക്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തുവാ, എനിക്ക് കൂടി വന്നാൽ 10, 70, 80 ഇനിയും ഗ്രേസ് കിട്ടിയ ഇച്ചിലൂടെ, അല്ലെങ്കിൽ ഇച്ചിലൂടെ. അതിനകത്ത് ശരിക്കും ജീവിച്ച സമയം എത്രയാണെന്ന് ചോദിച്ചാൽ പറയുകയും വേണ്ട. പറഞ്ഞു പറയാം, 10, 20, 40, 50 വയസ്സായപ്പോഴായിരിക്കും കർത്താവിനെ കണ്ടത്. അതിന് ബാക്കിയുള്ളതേ ഉള്ളൂ. അതിനകത്തും പല പ്രാവശ്യവും തോറ്റുപോയത് വേറെ. ഇതെല്ലാം കണക്ക് കൂട്ടി വരുമ്പോൾ വളരെ തുലോമേ ഉള്ളൂ കർത്താവിന് വേണ്ടി പോയത്. നമുക്കോ ഒരു നിത്യത മുഴുവനും. നമുക്കോ ഒരു നിത്യത മുഴുവനും അവൻ തന്ന ലാഭമാണ്. ഈ മർത്യമായത് മാറ്റപ്പെട്ട് അമർത്യമായതിനെ പ്രാപിക്കുന്നത് മുതൽ അന്നേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൻ്റെ പ്രത്യേകത. എല്ലാം ലാഭക്കച്ചവടമാന്നേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതൊന്ന് വായിക്കാമോ? താഴോട്ട് വായിക്കാമോ? അതുകൊണ്ട് അതെ, അപ്പൊ ഞാൻ ഛേദം എണ്ണിയപ്പോൾ എനിക്ക് ലഭിച്ച എന്തുവാ? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഞാൻ ക്രിസ്തുവിന് ലാഭമുണ്ടാക്കണമെന്ന് വിചാരിക്കും. കാരണം അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വന്നു. ഒരു നല്ല സ്വന്തം പറയാമോ? ക്രിസ്തീയ ജീവിതം ധന്യമാകണമെങ്കിൽ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം വേണം. നമ്മൾ ആരെയും ഉന്തിത്തള്ളിയൊന്നും എന്താ വരാത്തത്, എന്താ പോകാത്തത്, എന്താ ചിന്തിക്കാത്തത്, എന്താ പ്രാർത്ഥിക്കാത്തത്, എന്താ സാക്ഷ്യം പറയാത്തത്, എന്താ കർത്താവിനെ സ്തുതിക്കാത്തതെന്ന് പറയണ്ട. അവരവരാ ചിന്തിക്കേണ്ടത്. ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യാത്തത്? എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മുടെ ഫ്രീ വില്ല നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ദൈവം അങ്ങനെ മോനെ അത് ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ചെയ്തതൊന്നും കൂടുതലൊന്നും ചെയ്യത്തില്ല. കാണിച്ചു തരും വഴി ഇതാകുന്നു, ഇതിലേ പോകും. കൈക്ക് പിടിച്ച് അങ്ങോട്ട് കയറ്റി നിർത്തുന്നൊന്നുമില്ല. നമ്മളാ ഉദ്ദേശം പോകേണ്ടത്. നമ്മൾ റോബോട്ടല്ല, ജീവനുള്ള ദേഹിയ. സ്തോത്രം. അപ്പോൾ അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത നിമിത്തം എപ്പോഴും എല്ലാം ചെയ്തവന്ന് തന്നെയാ. അടുത്തത്, അതുകൊണ്ട് എനിക്ക് അവനെ നേടണം. എനിക്കവനെ, ഇതാ ക്രിസ്ത്യ ജീവിതം. അവനെ വേണം. അവനിൽ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിടാം, അവനിലിരിക്കണം. ഒരു നല്ല സ്വന്തം വേണേ. അവനെ നേടണം. 2, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് കൃപയിൽ നിൽക്കണമെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അവൻ നിൽക്കേണ്ടതുമെല്ലാം എന്തിലാ? കൃപയിൽ, ക്രിസ്തുവിൽ. 2, നേടേണ്ടതും അവനെ. അവനിലിരിക്കണം. നിൽക്കുന്നതും ഇരിക്കുന്നതുമെല്ലാം അവനിൽ. ഒരു ദൈവത്തിൽ ഈ ദൂത് നന്നായിട്ട് ഏറ്റെടുക്കണമേ. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, അതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ പെക്യൂലർ പീപ്പിളാ, സാധാരണക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ എപ്പോഴും ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ വേണം. അത് സാധാരണക്കാരനല്ല, ലോകത്തിലുള്ളവരല്ല.
മുമ്പോട്ട് പോട്ട് അവനെ അറിയണം, അവനിലിരിക്കണം. ആ, അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. ഓ, ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിൽ എഴുതുക. ആർക്ക് എഴുതുന്നറിയാമോ? ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുക. അപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് എന്താ ഓർക്കുന്നത്? നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെത്തിയേക്കും. ഫിലിപ്പ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന തുടക്കം അങ്ങനെയാ, നിങ്ങളിൽ. അപ്പോൾ അതിനർത്ഥം എന്തുവാ? ആരംഭിച്ച സമയം ഞാൻ ഓർക്കുന്നില്ല അർത്ഥം. ഹലോ, ആന്നോ? ഈ പ്രവർത്തനത്തിൻ്റെ ആരംഭം അറിയാവുന്ന പലരുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ ഡൽഹിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ആരംഭം എനിക്കറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം രണ്ടുപേരെ ഉള്ളായിരുന്നു. മനസ്സിലായോ? ആരംഭം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അതിൻ്റെ അർത്ഥം ഞാനല്ല അത് ആരംഭിച്ചത്. അതല്ലേ അർത്ഥം. അവിടെയും പ്രശംസ ആർക്ക് പോയി? ക്രിസ്തുവിന് പോയി. ഞാൻ ആരംഭിച്ച, ഞങ്ങൾ ആരംഭിച്ച ഇതൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ദൈവം ഓരോരുത്തരും ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ കൂടെ ആകാം. ഞാൻ അതിന് പാസ്റ്റർ ആകണമെന്നൊന്നുമില്ല. എനിക്ക് പല സഹോദരന്മാർ, ഒരു ദേവദാസന്റെ പേര് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഞങ്ങൾ ഒന്നിച്ച് ഡൽഹി ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം എയർഫോഴ്സിലാണ്, ഞാൻ ഡിഫൻസിലായിരുന്നു. അദ്ദേഹത്തെ എവിടെ പോസ്റ്റ് ചെയ്താലും അവിടെയെല്ലാം സഭകളാണ്. പാസ്റ്ററായിട്ടില്ല, ഇന്ന് അദ്ദേഹം പാസ്റ്ററാണ്. എവിടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്താലും അവിടെയെല്ലാം പ്രാർത്ഥന ചെയ്യും. നമ്മുടെ മണ്ണിൽ ജോർജ് സാറിൻ്റെ കാര്യം പറഞ്ഞു, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആധുനിക ജോർജ് സാർ, അത് മണ്ണിക്കാരനാ, വീട്ടുപേര് മണ്ണില്ല. ആധുനിക ജോർജ് സാറ് ഈ എല്ലാവരും അങ്ങ് സാഹി കെട്ടു. മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഇയാളെ ഇവിടെ വേണ്ട. എവിടെല്ലാം ട്രാൻസ്ഫർ ചെയ്തു അവിടെല്ലാം സഭയായി. നല്ല നിങ്ങളുടെ കാര്യമൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞേ? നല്ല കാര്യം പറയാൻ നമുക്ക് സ്വന്തം പറയണം. ആവശ്യമില്ലാത്ത കേട്ട് സ്വത്തൊന്നും പറയണ്ട. അപ്പം അതും പാസ്റ്ററൊന്നും അല്ലത്, അന്ന് ഒരു ടീച്ചറാ. നമുക്കും പല പ്രൊഫഷനൊക്കെ ഇല്ലേ? ഏതെങ്കിലും നിലയിൽ രണ്ടുപേരെങ്കിലും കർത്താവിന് വേണ്ടി നേടാനുള്ള ആ താല്പര്യമുണ്ടെങ്കിൽ. ഞാൻ ജോലി രാജിവെക്കുന്നതിനൊക്കെ മുൻപേ കർത്താവിന് പേരിൽ ഇറങ്ങിയതാ. ഊണും ഉറക്കവുമില്ലാതെ എന്തോ ഒരു പ്രാന്തനെ പോലെ നടന്നതാ. ശുശ്രൂഷയ്ക്ക് വന്നതിന് ശേഷം അന്ന് ട്രാക്ട് കൊടുത്തവർ വിശ്വാസി വന്നറിഞ്ഞത്. നമുക്ക് റിപ്പോർട്ടും വേണ്ട, ആരും ഒന്നും പറയുകയും വേണ്ട. അങ്ങേക്കരയിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവന് എനിക്ക് ഇപ്പോഴും ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ഒന്ന് അനുഭവിച്ചറിയണം. എന്താ പറയാൻ കാണുന്നറിയാമോ? അതിൻ്റെ ആരംഭം എനിക്ക് ഓർമ്മയുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി രക്ഷിക്കപ്പെട്ടു. ദൈവം അവളുടെ ഹൃദയം തുറന്നു. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ചെയ്യുന്നത് ദൈവമാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വ്യാകരണമോ നമ്മുടെ കഴിവോ നമ്മുടെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ദൈവത്തിന് വിഷയമല്ല. പുഴവക്കത്ത് പുഴയരിയിൽ കിടന്ന് രക്താംബരമിക്കുന്ന ഒരു സ്ത്രീയുടെ ദൈവം, അങ്ങനെ ബൈബിളിൽ ഇരിക്കുന്നത്, ദൈവം കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. എന്തിനു തുറന്നു? ഇവർ പറയുന്ന വചനം കേൾക്കാൻ. സ്തോത്രം. ആ ഒരൊറ്റ കാരണം കൊണ്ട് മുമ്പോട്ട് വന്നപ്പോൾ ഒരു വെളിച്ചപ്പാടെത്തി സൗഖ്യമായി. ഒത്തിരി അവൾ പ്രശംസിച്ചു ഇദ്ദേഹത്തെ. അവസാനം പ്രശംസ കൂടിയപ്പോൾ ഒറ്റ ശാസിക്കൽ.
നമ്മൾ അതുകൊണ്ട് പഠിക്കണം. ആവശ്യമില്ലാതെ ഭൂഭൂന്നും പറയരുത്. ആവശ്യമുള്ളിടത്ത് അതൊന്ന് പ്രയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം പറയണേ. നിങ്ങൾ അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, കൂട്ടാളികളാകരുത്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ ഒരു ഫലവുമില്ലാത്ത പ്രവൃത്തി എന്ത് ചെയ്യരുത്? അതിനെ ശാസി അതുകൊണ്ട് പറയാനാ വന്നേ. അതിനേതാ ഒരു പ്രയോജനവുമില്ലാതെ കൂടെ കൂടുതലൊക്കെ ശാസിക്കണം. അങ്ങനെയല്ല, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തി ഒരു ഫലവുമില്ല. ഇവളിങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് വല്ല ഫലമുണ്ടോ? ഒറ്റ ചാതനം മിണ്ടിപ്പോകുന്നു. ഏതായാലും അവളും അങ്ങ് ഗുണപ്പെട്ടു. അപ്പം അങ്ങനെ വേണം ശാസിക്കാൻ. ശാസന കേട്ട് സമയത്ത് പോകുന്ന പറഞ്ഞ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ സംസാരവും നമ്മുടെ ഇടപാടും നമ്മുടെ കുശലാന്വേഷണവും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായിരിക്കരുത്. ഇന്നത്തെ മലയാള സഭകൾക്കുള്ള പ്രശ്നം അതാ. മനസ്സിലായവർക്കായി സ്തോത്രം, മനസ്സിലാകാത്തവർക്കായി സ്തോത്രം. ഒന്നും ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ സംസാരിക്കണം. ഇവിടെ സംസാരിക്കേണ്ടതേ സംസാരിക്കാം. പിന്നെ എന്തുവായി ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത ശേഷം എന്ന് പറയുന്നത്? ഇതിനൊന്നും നമ്മൾ PhD ഡിഗ്രി ഒന്നും വേണ്ട. ആത്മീയൻ ഇതെല്ലാം മനസ്സിലാവും. നിഷ്ഫലമായ കാര്യങ്ങളെ അതുപോലെയുള്ള നേച്ചറിനെയൊക്കെ എന്ത് ചെയ്യണം? കുത്തി എഴുന്ന് ഉപയോഗിച്ച് ശാസിക്കണം. അടുത്തിരിക്കുന്ന ആളിനെ അല്ല, നമ്മുടെ അകത്തുള്ള ആ നേച്ചറിനെ. ഈ ദൂത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. കുറച്ച് പേരെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവർ ഇരുന്നോട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യങ്സ്റ്റേഴ്സും എൽഡേഴ്സുമായിട്ട് ഒന്നിച്ചു വൻ കഴിച്ച ചില വിഷയങ്ങൾ ഒന്നിതാ. ആവശ്യമില്ലാത്ത കമൻസ് അതൊക്കെ അങ്ങ് നിർത്തിവെക്കാമോ? ആരും വേണ്ടുന്നില്ല. നിങ്ങൾ ചിന്തിക്കാതെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ എനിക്കറിയാം. അങ്ങനാണെങ്കിൽ എന്തെല്ലാം പറയാനുണ്ട് നമ്മളെപ്പറ്റി? മറ്റുള്ളവരെ 2 കാര്യം പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ 5 കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം. കൂട്ടായ്മയുടെ ബന്ധമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ച പഠിച്ച കൂട്ടായ്മ ഇതുപോലെയുള്ള ഒരു നല്ല സാഹചര്യം വേറെ എങ്ങുമില്ല. ഫെലോഷിപ്പ്, കൂട്ടായ്മ. എൻ്റെ സഹോദരൻ, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴേ കർത്താവ് പറയും, ഞാൻ ഉയർത്തെഴുന്നേറ്റു ഗലീലയ്ക്ക് പോകും. എൻ്റെ സഹോദരന്മാരോട് പറ അവിടെ വെച്ച് കാണാമെന്നോ. ക്രൂസിന് മുൻപേ ശിഷ്യന്മാരായിരുന്നു. ക്രൂസിൻ്റെ ആരംഭം കഴിഞ്ഞപ്പോൾ സഹോദരനായി, കൂട്ടായ്മയുടെ ബന്ധം. ഇതുപോലെയുള്ള കൂട്ടായ്മ ബന്ധമായി ദൈവസഭ എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ആരുടെ ഹൃദയം വേദനിപ്പിക്കുന്നതല്ല. ഇടയ്ക്ക് നമുക്ക് പറഞ്ഞേ ഉള്ളൂ എന്ന് വിചാരിച്ച് പറയാതിരിക്കുന്ന നല്ലതല്ലേ? അല്ല, പറഞ്ഞത് നല്ലതല്ലയോ? അതെ, അതിന് അധികം സ്തോത്രമൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും സ്തോത്രം എന്താണെന്നറിയാമോ? എനിക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒന്നുകൂടി അനുഭവിച്ചെന്ന് പറയാൻ കാരണം, ഈ സഭയുടെ ആരംഭം ഞാൻ അനുഭവിച്ചവനാ. എവിടെയെന്നറിയാമോ? ജയിലില്. ഞാനും എൻ്റെ കൂട്ടു സഹോദരൻ്റെ കൂടെ ജയിലിൽ പോയി. ഓർക്കുന്നുണ്ടോ? ഈ മെസ്സേജിൽ അടുത്ത ആഴ്ച പറഞ്ഞുള്ളൂ, ബാക്കി കേട്ടോ. കാരണം എനിക്ക് സമയം നിർത്തണം. അല്ലെങ്കിൽ വേറൊരാൾ ഇങ്ങനെ ഇരുന്ന് ഞെരുങ്ങും. അതെനിക്ക് താല്പര്യമില്ല. ഇല്ല, ഇങ്ങോട്ട് കേൾക്കണേ. ഞാനും ലിജി പാഷ കൂടെ പോയി. നമ്മൾ 2 പേര്. പാത്രോസ് തന്നെ ആയി, പൗലോസ് തന്നെ ആയിക്കോളും, ഞാൻ ശീലാസ് ആയിക്കോളും. വലിയ ഇപ്പം നമ്മൾ ഈ പ്രശംസിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ പറയാൻ പറ്റുമോ?
പൗലോസും ശീലാസും പോയി. ഖൂബ് മാർമില എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്തായിരുന്നു? ഇന്ത്യ ആണല്ലോ പറഞ്ഞല്ലോ. ഇഷ്ടം പോലെ അടി കിട്ടി. പൗലോസിന് കിട്ടിയ വെളിപ്പാടാ ഞാൻ കൂടെ ചേർന്ന. എനിക്കൊരു വെളിപ്പാടുമില്ല, വല്ലപ്പോഴും ഉണ്ടെങ്കിൽ വെളിവുകളേ ഉള്ളൂ. പക്ഷെ കൂടെ ചേർന്ന് അവിടെ തല്ല് കിട്ടിയപ്പോൾ ഞാനും ലിജിഭാഷ പാടുകയും ഞാൻ പറയുന്നതാ, ഇയാൾ നല്ല പുള്ളിയാ. വെളിപ്പാട് കണ്ടുപോലും ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ചോദിക്കുക അത് ശരിയായിരുന്നു ഒന്ന്. അത് അങ്ങനെ പറയുമെന്നേ. നമ്മൾ കണ്ടില്ലേ, ഇവിടെ കിട്ടിയ വെളിപ്പാട് കിട്ടാതെ നാട്ടിലെ വെളിപ്പാട് അവിടെ വിളിക്കുന്നവരുണ്ടോ? ഇവിടെ കിട്ടിയ വെളിപ്പാട് അവർ പിന്നെന്ത് വേണം? നാട്ടിലെ പ്രവാചകനെ വിളിച്ച് അവിടുത്തെ വെളിപ്പാട്. അപ്പോൾ ആ പ്രവാചകനെ അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നതിൽ നല്ലതല്ലേ പറയത്തുള്ളൂ. വെയിറ്റിട്ടേ പറയത്തുള്ളൂ, അല്ലയോ? ചിരിക്കാൻ പറയാമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം പറയുക. ഞാൻ ആരെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്? നമ്മളെ പറ്റി. അതാ മോളിച്ചോട് എന്നെ പറ്റിയാന്ന്. അവസാനം ഞങ്ങൾ തമ്മിൽ അദ്ദേഹം അങ്ങോട്ടാണ്, ഞാൻ ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. പ്രാർത്ഥിക്കുക, അങ്ങനെയൊന്നുമല്ല. ഇതാ കൂട്ടായ്മയുടെ ബന്ധം. ഞാനതാ പറയുന്നത്. ഈ കർത്തൃമേശ കഴിഞ്ഞിട്ട് പണ്ടൊക്കെ നമുക്ക് ഇപ്പം പിന്നെ ഇല്ലല്ലോ, കോവിഡ് ആയതുകൊണ്ട്. ഒരു ഇടിയുണ്ടായിരുന്നു, എന്താ പറയുക, വിശ്വസിച്ചുമ്പോഴാതോ എന്തുവാ ഇടിയാ. അതും അറിയുന്നവരടുത്തേ പോകത്തുള്ളൂ. ശരിയാണ്. ഇന്നെന്താ ഇങ്ങനെയൊക്കെ പോകുന്നു എനിക്കറിയത്തില്ല. എന്നാലും നമ്മുടെ ഈ പീസ് ഗുണപ്പെട്ടാൽ പോരായോ? സ്വത്രം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കർത്തൃമേശയ്ക്ക് ശേഷം വിശുദ്ധമനം നടത്തിയിരുന്ന ഒരു ഭാഷയെ അൺഫിറ്റ് ആക്കിയൊരു സഭ. കർത്തൃമേശ കൊടുത്തതിന് ശേഷം ആ പാസ്റ്റർ എല്ലാവരും എഴുന്നേറ്റ് വിശുദ്ധ ചുംബനം നടത്താമെന്നോ പറഞ്ഞില്ലെന്ന് മറന്നുപോയി. ചിലതൊക്കെ ഞാനും മറന്നു പോകാറുണ്ടല്ലോ. നിങ്ങൾ എന്നെ സഹിക്കുന്നതിനാണ് സ്തോത്രം. അപ്പോൾ ഭയങ്കര ഒരു സഭ, ഭയങ്കര നോയിയുടെ സഭയല്ല, നടന്ന കാര്യമാണ് അത് പറയണ്ടല്ലേ. നടന്ന കാര്യമാണ്. അവസാനം പ്രശ്നം തീർക്കാൻ എന്നെ വിളിച്ചു. നമ്മുടെ അവിടുത്തെ ലീഡർ. ഞാനിവിടെ ചെന്നു, പ്രശ്നം എല്ലാവരെയും ഇരുത്തി, യോഗം കഴിഞ്ഞ് എല്ലാവരെയും ഇരുത്തി. പറഞ്ഞാട്ട് സെക്രട്ടറി പറഞ്ഞാൽ ഈ പാസ്റ്റർ പറ്റത്തില്ല, ഞങ്ങൾക്ക് വേറെ ആളിനെ വേണം. എന്താ? ഞാൻ പറഞ്ഞു എന്താ കാര്യം? പലതും ഞാൻ ഏറ്റവും സീരിയസ് ആയിട്ട് പറയാം. സീരിയസ് ആയത് ഇദ്ദേഹം ശരിക്കും അറിയത്തില്ല ഉപദേശം. നമ്മൾ എന്തോ പറ്റി? കഴിഞ്ഞ ആഴ്ച തിരുവത്താഴം നടത്തി. അതിനുശേഷം അവസാനം വിസർജനം പറയാൻ മറന്നുപോയി ഉള്ളി. പിന്നെ അത്രയേ ഉള്ളൂ. അതാണ് ഏറ്റവും സീരിയസ് ആന്ന്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതിന് ഈ പുള്ളിയെ മാറ്റണമല്ലയോ? മാറ്റണം. ഞാൻ ചോദിച്ചു, ഇത്രയും നേരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഇത്രയും നാൾ വെച്ചിട്ട് എന്താ പ്രയോജനം? ഞാൻ വിശ്വസനത്തിനെതിരല്ല, അങ്ങനെ ചിന്തിക്കരുത്. അത് വേണ്ടെന്ന് ഞാൻ പഠിപ്പിക്കുന്ന ആളല്ല. പക്ഷേ അത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം. ഒരു കൈ കൊടുക്കും ചിലരുണ്ട്, ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കൊടുത്താൽ എന്തുവാ? ഇത് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാകണമെന്ന്. ഇത് ആരാ പിന്നെ പറഞ്ഞത്? ആത്മാർത്ഥതയോടെ ആണെങ്കിൽ അതിലൊരു സ്നേഹം വ്യാപരിക്കും, കൂട്ടായ്മയുടെ ആഴം വ്യാപരിക്കും. കർത്തൃമേശയുടെ ശേഷം അന്യോന്യം ആലിംഗനം ചെയ്യുന്നെങ്കിൽ അവിടെ മേത്തന്നെ പോയി നോക്ക്, എത്ര പ്രാവശ്യം കെട്ടിപ്പിടിക്കും? 3-4 പ്രാവശ്യമാ. നമുക്കൊന്നുപോലുമില്ല. പറഞ്ഞ് മനസ്സിലായവർക്കായ സ്വതന്ത്രം. എവിടുന്ന് എങ്ങോട്ട് വന്നത്? കാരാഗ്രഹത്തിൽ. അങ്ങനെ ഞാൻ പൗലോസ് ശീലാത്തോടെ കൈ ഓർത്ത് പിടിച്ചു.
കൈ കോർത്ത് പിടിച്ചു. ഇങ്ങനെ നോക്കിയല്ല, ഇങ്ങനെ നോക്കിയാ. ഞാൻ ബൈബിളിലെ കാര്യമാണ് പറയുന്നത്. പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു. ഇതെന്തോ പരിപാടിയായി ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ പുനരുത്ഥാനത്തിലെ ശക്തി ഇറങ്ങി വന്നു. സ്വതന്ത്രം പറയണേ, ദൈവസഭയിൽ വന്ന് അനങ്ങാതിരിക്കരുത്. കുറഞ്ഞ പക്ഷേ ന്യൂസ് കാണുമ്പോഴത്തെ ആ ഭാവമെങ്കിലും കാണണം ദൈവസഭയിൽ. കൈകൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. എന്തായിരിക്കും, ഞാനിവിടെ ആക്ഷൻ സഹിതം ഈ സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ട്. എന്തായിരിക്കും പൗലോസ് പറഞ്ഞത്? രണ്ടുപേർക്കും ഇഷ്ടം പോലെ അടി കിട്ടി. രണ്ടുപേരുടെ വസ്ത്രത്തിൽ രക്തമൊഴുകുന്നുണ്ട്. ഒറ്റ റീസണാ, സുവിശേഷ നിമിത്തം. ഒറ്റ റീസണാ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് പോയ നിമിത്തം. ഞാനങ്ങ് വിചാരിക്കുക, പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. പൗലോസ് ശിലാസെ സാരമില്ല, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നെവർ മൈൻഡ്, നെവർ മൈൻഡ്. നമ്മിൽ വെളിപ്പെടാനുള്ള കഷ്ടങ്ങൾ വിചാരിച്ചാൽ ഈ ലോകത്തിലെ ചിലരൊക്കെ ഉറങ്ങുന്നുണ്ട്. പക്ഷെ അവരൊന്ന് ശരിക്കൊന്ന് ഉറങ്ങാൻ വേണ്ടി. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ അപ്പൊ എന്തു ചെയ്യും? തേജസ് വെളിപ്പെടും. വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ടോ? അതൊക്കെ ഓർക്കുമ്പോഴേ ആരാധന വരത്തുള്ളൂ. ശീലാസെ പൗലോസെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞു കാണും. തൂത്തോണ്ട് സാരമില്ല, സാരമില്ല. കൊച്ചുങ്ങൾ വീണ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ സാരമില്ലെന്ന് പറയത്തില്ലേ? അതിനറിയാം സാരമുണ്ടോ ഇല്ലയോ എന്ന്. അതൊരു ആശ്വാസമല്ലേ സാരമില്ലെന്ന് പറയുന്നേ? അല്ലാതെ മുറിവ് കരിഞ്ഞൊന്നുമില്ല. അങ്ങനെ ആയിരിക്കട്ടെ ആത്മീയൻ. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതെന്റെ ആശയമാണ്, അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് അത്. എന്നിട്ട് രണ്ടുകൂടെ ആലോചിച്ചപ്പോൾ പുനരുത്ഥാനത്തിലെ ശക്തി അവിടെ വെളിപ്പെട്ടു. നോക്കിക്കൊണ്ട് നിന്ന ആൾക്കാര് അവിടെ നടന്നതെന്ന് പറയുമ്പോൾ ആരാധനയുടെ മധ്യേ ഭൂകമ്പമുണ്ടായി. അടിസ്ഥാനങ്ങൾ ഇളകി, ചങ്ങല അഴിഞ്ഞു. ഒരു സ്വതന്ത്രം പറയാമോ? ഒരു സ്വതന്ത്രം പറയാമോ? അവരുടെ മാത്രമാണോ അറിഞ്ഞത്? ഓ, ഹൃദയംഗമായി ആരാധിക്കുന്ന സഭയിൽ ബന്ധന വഴിയും. ഞാനീ പ്രവാചകന്മാർ പറയുന്ന വരത്തുപോക്കോ ബന്ധനമല്ല ഞാനീ പറയുന്നത്. നിനക്ക് മുന്നോട്ട് മുന്നേറാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് അഴിവെന്നാണ് ഞാൻ പറഞ്ഞത്. സ്പിരിച്വൽ ഗ്രോത്തിന് തടസ്സമായിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതൊരു ബന്ധനമാ. അതഴിയുമെന്ന് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അതിന് ഒരു ബന്ധനം അഴിയുന്നതല്ലേ? കർത്താവിനോട് അടുക്കുന്നവന് വിടുതലുണ്ടെന്നേ. ആരാധനയിൽ വിടുതലുണ്ട്. ആരാധിക്കാൻ വിടുതലിന് വേണ്ടി അല്ല ആരാധിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ശീലസായി മതി, നമുക്കൊന്ന് ആരാധിച്ച് നോക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ അഴിയുമായിരിക്കും. എന്തുവെല്ലാം പറഞ്ഞോ? The reason I live is to worship him. എൻ്റെ ഇൻട്രൊഡക്ഷൻ പോലും ആയില്ല കേട്ടോ. അപ്പം നിർത്താൻ പോവാ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ശ്രദ്ധിക്കണം. വന്നോട്ടെ മകളെ, പോരെ. ഇവിടെ എന്തെങ്കിലും ഇതൊക്കെ വെച്ചാലേ ഇവർക്കൊരു ആശ്വാസം വരത്തുള്ളൂ. സോദരാ, അവനിൽ ഇരിക്കണം, അവനെ നേടണം. ഓ, I want to gain Christ. I want to be
in Christ. I want to know Christ. ഒരു നല്ല സ്വന്തം പറഞ്ഞേ. എന്തിനാണെന്നറിയാമോ? എനിക്ക് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും. നമ്മൾ ശക്തിയുള്ളവരാകട്ടോ, ബലഹീനരൊന്നുമല്ല. അവന് ഞാൻ ബലഹീനാണെങ്കിലും അവന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നു. I can do all things. Praise the Lord. കഷ്ടാനുഭവങ്ങളുടെ എന്തിനാ? ഒന്ന് എഴുന്നേറ്റ് ഞാൻ പറയാം എന്തിനാന്ന്. ഒന്ന് എഴുന്നേറ്റ്. ഇങ്ങനെ വല്ല വിധേനയും എഴുതേക്കാവുന്ന എഴുന്നേറ്റാ മതി കേട്ടോ. ഇങ്ങനെ വല്ല വിധേനയും ഈ ദിവസങ്ങൾ ഒന്ന് അത് നടക്കും. എന്ന് നടക്കും? മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനമാർക്കാ? മരിച്ചുപോയവർക്ക്, നമ്മെ വിട്ട് മുൻപേ പോയവർ, കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ വരെ നമ്മെ വിട്ടുപോയ വിശുദ്ധന്മാർ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. വിശ്വസിക്കുന്നോ? ഹലോ, വിശ്വസിക്കുന്നോ? അതിനുവേണ്ടി അവൻ ജീവൻ തന്ന് വീണ്ടെടുത്തത്. അതിനുവേണ്ടിയാ ജീവൻ തന്ന് വീണ്ടെടുത്തത്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ഒരു സ്വതന്ത്രം പറയാമോ? മരണത്തെ ഭയക്കരുത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഏറ്റവൻ നമ്മുടെ ദൈവം. സർജറിക്ക് പോയാലും, ഏത് വിഷയമായാലും, വണ്ടി ഇടിച്ചാലും, പ്ലെയിൻ ക്രാഷ് ആയാലും ദൈവം അനുവദിക്കാതെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലാണ്. എന്താ കാര്യം? ജീവൻ തന്നു വീണ്ടെടുത്തവനാവൻ. നിന്റെ മരണത്തെ ജഡ സ്വഭാവത്തിലുള്ള ശരീരം എടുത്തിട്ട് അവൻ മരിച്ചിട്ട് നിന്റെ മരണത്തെ അവൻ ഏറ്റെടുത്തു. ഹിന്ദി പറയുന്നത് ക്യോനാ പോലും ഫിർമേ തേരി ജയ് ജയगा तूने मेरे लिए क्या किया नहीं किया. എനിക്ക് വേണ്ടി നീ എന്തെല്ലാം ചെയ്തില്ല. ഈ ദിവസം ഒന്നിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നുവെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, ഇല്ലെങ്കിൽ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അടുത്ത ആഴ്ചത്തെ കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഈ പാട്ട് പാടുന്നത്. പക്ഷേ ഇപ്പോഴൊന്നും പറഞ്ഞ അവന്റെ സ്നേഹമാണോ എല്ലാത്തിനും. ആ ഒന്നിച്ചൊരു പാട്ട് പാടി ആ സമയത്ത് സ്തോത്രാഴ്ച കൊടുത്തോണേ. ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, ഓ വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, 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 ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ,
I was dead. I was dead in my trespasses, but you gave me life. You gave me a new life. By your death, you gave me a new life. There's nothing else I can boast about. There's